എൻ്റെ പൊന്നെ ബാക്കോട്ട് തരി പോലെ ഇറങ്ങുന്നില്ല. നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഒരു ബീച്ച് സൈഡ് വന്നിരിക്കുകയാണ് ഓഫ് റോഡ് ചെയ്യാനായിട്ട്. ഇവിടെ കുറേ കല്ലൊക്കെയുള്ള സ്ഥലമുണ്ട്. ഇറങ്ങണം ഇങ്ങോട്ടാ. ഈ കാറ് ഓടിച്ച് ഈ കല്ലിൻ്റെ മേലെ കൂടെ നമുക്ക് അങ്ങോട്ട് വരത്താൻ പറ്റി നോക്കാം. ഗൈസ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു 1:10 സ്കെയിലിൽ വരുന്ന ഒരു കിഡിലൻ ഒരു ജീപ്പ് റാംഗ്ലർ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രോങ്കോൻ്റെ ഒക്കെ സൈസ് വരുന്ന ഒരു ഐറ്റാണ്. കിഡിലൻ ഭയങ്കര വലുതാണ്, അടിപൊളിയാണ് കാണാനായിട്ട്. സോ അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ കാണുന്ന ജീപ്പ് റാംഗ്ലർ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം യൂക്ലിക്കിൻ്റെ പേജിൽ നിന്നാണ്. യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ആണെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണെങ്കിലും താഴത്തെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. സോ അവരെ കോൺടാക്ട് ചെയ്ത് മേടിക്കാൻ പറ്റുന്നതാണ്. അല്ല നിങ്ങൾക്ക് നേരിട്ട് പോയി കണ്ടു മേടിക്കുന്നുള്ളവരാണെങ്കിൽ കടവന്ത്രയിൽ ഒരു ഷോപ്പുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ താഴത്തെ ലിങ്ക് ആയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കടയിൽ പോയിട്ട് നിങ്ങൾക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. ആകാശം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിൽ പറയാം നെക്സ്റ്റ് ഇത് വണ്ടി വാങ്ങണം എന്നുള്ളത്. ഞാൻ 1-2 വണ്ടികൾ നോക്കി വെച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അത് എടുത്ത് നിങ്ങൾ കാണിച്ചു തരണം. ഗൈസ് അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ കയ്യിലത്തെ ബ്രോങ്കോ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വലിപ്പം കാണാൻ പറ്റും. അത്യാവശ്യം ഭയങ്കര വലിയൊരു വണ്ടിയാണ്. സോ ഏകദേശം ഇതേ സെയിം വലിപ്പം വരുന്ന 1:10 സ്കെയിലിൽ വരുന്ന WL ടോയ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഇറക്കാൻ പോകുന്ന ജീപ്പ് റാംഗ്ലർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു നമ്മുടെ അൺബോക്സിങ് കാണാനായിട്ട്. ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ ബ്രോങ്കോയും അതുപോലെ ജീപ്പ് റാംഗ്ലറിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ ഒടുക്കത്തെ വെയിറ്റ് ആണ്. ഇതാണ് നമ്മുടെ പുതിയ ജീപ്പ് റാംഗ്ലർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 4-5 കിലോ ഭാരമുണ്ട് ഈ പെട്ടി എന്ന് പറയുന്നത്. സോ നമ്മുടെ വണ്ടിക്ക് ഏകദേശം ഒരു 4 കിലോ ഭാരം അടുപ്പിച്ചിട്ടുണ്ടാവും. സോ തുറന്നു നോക്കാം. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും വലിയൊരു ബോക്സിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. സോ ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് എൻ്റെ ഉള്ളിലത്തെ സംഭവം കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റ് ത്രൂ മേടിക്കാനാണെങ്കിൽ NOEL5 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ പോയി മേടിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി നിങ്ങൾ കാണാൻ റെഡിയാക്കോ. ഇതാണ് നമ്മുടെ ഐറ്റം. സോ ഈ ഒരു മോഡലല്ല നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ റൂഫില്ലാത്ത ടൈപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. കുറച്ചും കൂടിയും ഭംഗി എനിക്ക് അതാണ് കണ്ടപ്പോൾ തോന്നിയത്. ഓക്കെ, എന്തായാലും കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ നമ്മുടെ 1:10 സ്കെയിലിൽ വരുന്ന രണ്ടാമത്തെ വണ്ടിയാണ് നമ്മളിത്. സോ ഈ ഒരു വണ്ടി നമ്മൾ ബേസിക്കലി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വരുത്തിയതാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൾ ചെയ്താൽ നിങ്ങൾക്ക് മേടിക്കാം. ഗൈസ് നല്ല വെയിറ്റാണ്. അമ്മേ ഈ കാണുന്നതാണ് നമ്മൾ വാങ്ങിയ മുതൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബോക്സിൻ്റെ വില നോക്കാനാണെങ്കിൽ അതെ ഇവിടെ കുറച്ച് ബ്രോങ്കോനെ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രോങ്കോ എന്ന് പറയുന്നത് WL ടോയ്സിൻ്റെ ആണ്. ഇത് നമ്മുടെ HB ടോയ്സിൻ്റെ ബ്രോങ്കോയാണ്. പിന്നെ അതുപോലെ തന്നെ 1:10 സ്കെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ജീപ്പ് റാംഗ്ലറിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ചത് അതെ ഈ റേറ്റാണ്. കണ്ടാ ഇങ്ങനെ റൂഫില്ലാത്ത ജീപ്പ് റാംഗ്ലറാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അതേപോലെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റിമോട്ടും കാര്യങ്ങളും പിന്നെ ബാക്കി ഐറ്റംസ് എന്തൊക്കെയാണോ അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇതിന് ടോപ്പ് സ്പീഡ് നോക്കുന്നത് ഏകദേശം 11 km/h ആണ്. അതേപോലെ തന്നെ 2.4 ഹെർട്സിൻ്റെ റിമോട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 4 വീൽ ഡ്രൈവ് ആണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെറ്റൽ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതിൽ വിഞ്ച് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ ബ്രോങ്കോൻ്റെ പോലത്തെ വിഞ്ച് കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിന് റേറ്റ് കുറവാണ്. നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ബബിൾ ഡ്രോപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ഇരിക്കണം നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ റിമോട്ട് കൺട്രോളിൻ്റെ ബോക്സ്. മാറ്റി വയ്ക്കുക. എൻ്റെ പൊന്നെ ഗൈസ് ഇവനാണ് നമ്മുടെ ഐറ്റം. റിമോട്ട് ഞാൻ അടുത്ത് കാണിച്ചു തരാം. വൈറസാണ് നമ്മുടെ നോർമൽ ബ്രോങ്കോൻ്റെ റിമോട്ട് പോലെ ഒന്നുമല്ല. കണ്ടാ എൻ്റെ പൊന്നെ ഗൈസ് ഒരു സ്പോർട്ടി ലുക്കാണ് ഈ റിമോട്ടിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കണ്ടാ നമ്മുടെ മൊബൈൽ ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റും. വെറൈറ്റി ആയിട്ടല്ലേ. റിമോട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇങ്ങനത്തെ ചെറിയ ബാറ്ററീസ് ആണ്. നമുക്ക് ഇതുപോലെ വലിയ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഇതേപോലത്തെ വലിയ ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ ബ്രോങ്കോൻ്റെ റിമോട്ടും ഇതിൻ്റെ റിമോട്ടും നോക്കിയാൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റിൽ പറ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്പോർട്ടി ലുക്കാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ക്വാളിറ്റി ഇല്ലാന്നല്ല, പക്ഷേ ഇതിന് കുറച്ചും കൂടി ലുക്ക് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ നമുക്ക് ആദ്യം കുറച്ച് ബാറ്ററി ഉണ്ട്. 4 ബാറ്ററി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ബോക്സിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഇളകാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി പുറത്തേക്ക് എടുക്കാം. ഓൻ്റെ ദൈവമേ എന്തൊരു വെയിറ്റാ. ഓഹ് ഗൈസ് ഇവനാണ് നമ്മുടെ ഐറ്റം. ഇതൊക്കെ നമുക്ക് ഊരിക്കളയണം. വാവ്. നമ്മുടെ ഈ ബോക്സിൽ വന്നിരിക്കുന്നത് വേറെ ജസ്റ്റ് യൂസർ മാനുവലും പിന്നെ ഇതിൻ്റെ ടയർ മാറ്റാനുള്ള ഒരു ടൂളും ഒരു ചാർജിങ് കേബിളും മാത്രമാണ് ഇതിൽ വേറെ വന്നിരിക്കുന്നത്. സോ ഗൈസ് അപ്പോൾ ഇവനാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഒടുക്കത്തെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുമാണ് വന്നിരിക്കുന്നത്. ഭയങ്കര രസം. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ബ്രോങ്കോനേക്കാളും കുറച്ചും കൂടി ഒരു ഇഷ്ടം ഇതിനൊന്നും എനിക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ലുക്കൊക്കെ ഞങ്ങൾ വേറെ ലെവൽ. പിന്നെ സസ്പെൻഷനൊക്കെ മാരകം. അധികം ഞാൻ കടക്കാം.
സോ ഇതാണ് നമ്മുടെ ഐറ്റം. സോ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബ്രോങ്കോനേക്കാളും വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 4 കിലോ ആണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. പിന്നെ ടയറൊക്കെ നോക്കിയേ വേറെ ലെവലാണ്. സോ പിന്നെ ഇതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബ്രോങ്കോനെ നോക്കാനാണെങ്കിൽ ഇതിൻ്റെ ബോഡി ചെറിയൊരു പ്ലാസ്റ്റിക് ആണ്. ഇതും നല്ല പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഇത് ഭയങ്കര ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് നമ്മുടെ ഈ റൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഡോർ തുറക്കാനേ കാര്യം പറ്റില്ല, പക്ഷേ ഇതിൽ നമുക്ക് ഡോറ് തുറക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഡോറ് കണ്ടോ നമുക്ക് തുറക്കാൻ പറ്റും. രണ്ട് സൈഡിലത്തെ ഡോറും തുറക്കാം. കണ്ടാ, രണ്ട് സൈഡിലത്തെ ഡോറും കാര്യങ്ങളും തുറക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേറെ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കാണുന്ന മിററാണ്. കണ്ടാ, ഇത് ഒരു റബ്ബറി ടൈപ്പാണ്. സോ ഇത് എങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാലും ഇതിങ്ങനെ റബ്ബർ പോലെ നിൽക്കും. പക്ഷേ ഈ ഐറ്റം ഇതിൽ കണ്ട ഇതിങ്ങനെ മടങ്ങി പോകുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഈ കാണുന്ന വണ്ടിയിൽ നമുക്ക് വിഞ്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കണ്ട, നമുക്കതിൽ വിഞ്ച് വരുന്നുണ്ട്. ഏകദേശം വിഞ്ചിൻ്റെ റേറ്റ് തന്നെ ഏകദേശം ഒരു 2000-3000 നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വിഞ്ച് വരുന്നില്ല. പിന്നെ ഡ്രാഗ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ നമ്മുടെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഞാൻ 11 കിലോമീറ്റേഴ്സാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് ഏകദേശം 18 കിലോമീറ്റേഴ്സ് ടോപ്പ് സ്പീഡ് കിട്ടും. ഭയങ്കര സ്പീഡിൽ നമുക്ക് ഓടിയാൻ പറ്റും. ഇതിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 11 കിലോമീറ്റേഴ്സ് ഉള്ളൂ. പിന്നെ സ്ലോ സ്പീഡും അതുപോലെ തന്നെ നല്ല സ്ലോ ആണ് നമുക്ക് ഇത്. പക്ഷേ ക്രൗളിംഗ് ഒക്കെ കയറുമ്പോൾ ഭയങ്കര സാധനം കാണാനായിട്ട്. ഈ സ്പോട്ടി ബമ്പറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. കാരണം ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് സ്പേസ് ഉണ്ട്. പക്ഷേ ബ്രോങ്കോൻ്റെ പോലെയല്ല. ബ്രോങ്കോ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര അധികം സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇതിൽ ഒരുപാട് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ടയറാണ്. ടയർ അത്യാവശ്യം നല്ല ഹാർഡ് ടയേഴ്സാണ്. കണ്ടാ, അത്യാവശ്യം അടിപൊളിയാണ്. പക്ഷേ നമ്മുടെ ബ്രോങ്കോനെ ഭയങ്കര സോഫ്റ്റ് ടയേഴ്സാണ്. കാണാൻ പറ്റുന്നറിയില്ല. അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. പക്ഷേ നല്ലതാണ്. രണ്ടും കമ്പാരിറ്റീവ്ലി നല്ലതാണ്. ഗൈസ്, അപ്പോൾ ഇന്നലെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യണം, അതേപോലെ ഓൺ ആക്കണം, നമുക്ക് ഓടിച്ച് നോക്കണം. അത്രയാണ് നമ്മൾ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ വലിയ രീതിയിൽ ഓഫ് റോഡ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അത് നമുക്ക് വേറെ വീഡിയോസിൽ നമുക്ക് കാണിച്ചു തരാം. സോ ഈ വീഡിയോയിൽ നമുക്ക് ഇനി ഇത് ജസ്റ്റ് ഒന്ന് തല തിരിച്ച് വയ്ക്കാം. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. കോംപ്ലിക്കേഷൻ എന്ന് പറയാനൊന്നുമില്ല. ജസ്റ്റ് ഇതിന് 8 1 2 3 4 5 6 7 8 കണ്ട ഇങ്ങനത്തെ ഈ ഐറ്റം കണ്ട ഇത് ഓപ്പണിങ്സ് ആണ്. പക്ഷേ നമ്മുടെ ബ്രോങ്കോന് ഒരു 4 ക്ലിപ്പുള്ളൂ. പക്ഷേ ഇത് കുറച്ച് ടാസ്ക്കാണ്. ഇതാണ്ട ഇവിടെ ഓഫ് ഓൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓൺ ആക്കിയാലാണ് നമുക്കിത് തുറക്കാൻ പറ്റുക. കണ്ട ഈ സൈഡിലത്തുള്ളത് 2 ഇങ്ങോട്ടാക്കി, ഇത് നേരെയാക്കി, അതേപോലെ തന്നെ ഇത് 2 ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഈ ബാക്കിലാണെങ്കിൽ ഇതേ ഓണാക്കി ഇടണം നമ്മൾ. അപ്പോഴാണ് നമുക്കിത് എടുക്കാൻ പറ്റുക. കണ്ടാ ഓപ്പൺ ചെയ്താണ്ടാ കാണുന്നതാണ് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. 3000 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബ്രോങ്കോയിൽ ഇല്ലാത്തൊരു ഫീച്ചർ ഉണ്ട്. ഒരു ഫാൻ വന്നിട്ടുണ്ട് കൂൾ ചെയ്യാനായിട്ട്. സോ ഒരുപാട് നേരം ഓടിക്കുമ്പോൾ നമുക്ക് കൂൾ ചെയ്യാനായിട്ട് ഫാൻ ഉണ്ട്. പിന്നെ ഈ ഒരു വണ്ടി ഫുള്ളി വാട്ടർ പ്രൂഫ് അല്ല. ഭയങ്കര രീതിയിൽ വെള്ളത്തിൽ ഇറക്കി കളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ പാർട്സുകൾ എന്താ പറയുക കേടുപാടാവാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറക്കാൻ കണ്ട ഈ ടയറിൻ്റെ അത്രയും വെള്ളം വന്നാലും വേറെ സീനൊന്നുമില്ല. പക്ഷേ വല്ലാണ്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇറക്കി കഴിഞ്ഞാൽ പണി കിട്ടും. അതാണ് വണ്ടിയുടെ ഓൺ ആക്കാനുള്ള സ്വിച്ച് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ഐറ്റം ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. കണ്ട ഐറ്റം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ജസ്റ്റ് ഓൺ ആക്കാം. ഓൺ ആക്കുമ്പോൾ ഇവിടെ ഐറ്റം ഓൺ ആയിട്ടുണ്ട്. കണ്ട ഇപ്പോൾ സ്റ്റേബിളായി, ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നില്ല. നമ്മുടെ ഐറ്റം ഇവിടെ സക്സസ്ഫുള്ളി കണക്ഷൻ ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റിമോട്ടിൻ്റെ ഫങ്ഷൻസ് ആണ്. പ്രത്യേകിച്ച് ഫങ്ഷൻസ് എന്ന് പറയാൻ അധികമൊന്നുമില്ല. ഇത് ഇവിടെ എൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡ്യുവൽ സ്പീഡാണ് വന്നിരിക്കുന്നത്. ഇത് ലോ സ്പീഡ്, ഇത് ഹൈ സ്പീഡ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റേ ആ ഫ്രണ്ടിലത്തെ ടയറാണ്. നിങ്ങൾ അത് കൂടുതൽ തിരിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ എൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നിങ്ങൾ വിഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആ ഒരു വിഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈറ്റ് കൺട്രോൾ സ്വിച്ചാണ് ഇത്. ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. ഈ പറയാനുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചാണ്. നോക്കിയേ, ആ സ്റ്റീറിങ്ങും ആ ഒരു എന്താ പറയുക ഗീസും അടിപൊളിയായിട്ടുണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോറൊക്കെ നിങ്ങൾക്ക് തുറക്കാൻ പറ്റും. പിന്നെ ബാക്കിലത്തെ സീറ്റും ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നമുക്കിനി ഇവനെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ഫാൻ തിരിയുന്ന സൗണ്ട് ആക്കാൻ പറ്റും. ഫാൻ തിരിയുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവൻ്റെ സ്പീഡ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ലോ സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. ലോ സ്പീഡിലുണ്ടാ ഇതാണ് ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്, ലോ സ്പീഡിൽ. പിന്നെ നമുക്ക് ഹൈ സ്പീഡിലേക്ക് നമ്മൾ ടേൺ ചെയ്തിട്ടുണ്ട്. ഗൈസ് ഇതാണ് ഹൈ സ്പീഡ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി സ്മൂത്ത് ബട്ടറി ആയിട്ട് നമ്മുടെ ഐറ്റം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റിയറിംഗിലുണ്ട് ഇങ്ങനത്തെ ഒരു ഐറ്റം വന്ന കാരണം തന്നെ നമുക്ക് നമ്മുടെ ഈ വിരലിൽ ഇങ്ങനെ അധികം അങ്ങോട്ട് നീട്ടേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ വിഞ്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പവർ ഉണ്ട്. പിന്നെ ഇതിൽ ഓയിൽ ഫിൽഡ് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഓയിൽ നിറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ആക്യുറേറ്റ് ആയിട്ട്, ആക്യുറേറ്റ് അല്ല, നല്ല കിടിലൻ ഷോക്കപ്പ് കാര്യങ്ങളും കിട്ടും. ഇതിൻ്റെ ലോ സ്പീഡിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്ത് ക്രൗളിങ്ങാ നോക്കിയേ.
ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഓൾറെഡി ലൈറ്റ് ഉണ്ട് ബാക്ക് എടുക്കുമ്പോൾ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നത് കണ്ടാ, ഒരു നമ്മൾ ഏത് സൈഡിലാണ് മാറ്റണേ ആ സൈഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് പുറമേയുള്ള ലുക്ക് എന്ന് പറയുന്നത്. അടാ ഇതിപ്പോൾ സ്ലോ സ്പീഡിലാണ് ക്രൗൾ ചെയ്യുന്നത്. സ്ലോ സ്പീഡിൽ ക്രൗൾ ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കാം. സ്പീഡ് കൂട്ടുമ്പോൾ ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. ക്രൗളിംഗ് ഒക്കെ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലോ സ്പീഡിലെ ക്രൗളിംഗ് ഉണ്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടെ ചെറിയൊരു ഓബ്സ്റ്റക്കിൾ ഉണ്ട്. സോ ആ ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ അവിടേക്ക് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ കയറ്റി കാണിച്ചു തരാം. നോക്കിയോ വണ്ടി കാരണം നോക്കിയേ, എൻ്റെ പൊന്നെ അടുത്തിൽ കയറി. ഓ സീൻ, ആ ഡ്രാഗ് ബ്രേക്കിൽ നോക്ക്, എൻ്റെ മോനെ. വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഇവനെ കുറച്ച് കൊണ്ടുപോയിട്ട് കുറച്ചധികം ഷോർട്സ് കാര്യങ്ങൾ നമുക്ക് എടുക്കണം. നമ്മുടെ ബീച്ച് സൈഡിലൊക്കെ പോയിട്ട് കണ്ടാ എന്ത് രസമാണ് പോണത്. അവിടെ ഒരു വലിയൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്, നോക്കിക്കോ. അതിന് മേലെ കയറണം നോക്കോട്ടെ നിങ്ങൾ. കാരണം എൻ്റെ പൊന്നെ നോക്ക്, ആ ഒരു ആംഗിൾ നിൽക്കണണ്ട, സസ്പെൻഷൻ. യോ എന്തുട്ടൈറ്റം. എൻ്റെ കണ്ണ് നോക്കി നിങ്ങൾ, ശരിക്കൊരു മോൺസ്റ്ററിൻ്റെ കണ്ണ് വലിയാണായിട്ട്. എന്തുട്ട ടയറും, ശരിക്കൊരു ഓഫ് റോഡ്, പക്കൊരു ഓഫ് റോഡ് വണ്ടി പോണ പോലെ ഉണ്ട് ആ ടയറും കാര്യങ്ങളും. എൻ്റെ പൊന്നെ, ഡ്രാഗ് ബ്രേക്കും കാര്യങ്ങളും എനിക്ക് കാണിച്ചിരുന്നുണ്ട്, പക്ഷെ അതിനെ പറ്റിയ സ്ഥലങ്ങളൊന്നും നമ്മുടെ ഇവിടെ ഇല്ല, കുറച്ചും ദൂരം പോകേണ്ടി വരും. സോ എന്തായാലും നമുക്ക് ഇന്ന് ഇവൻ്റെ കുറച്ച് ഷോർട്സും ഇതിൻ്റെ കുറച്ച് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ കണ്ട ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്, അത് ബാക്ക് ഇറങ്ങി വരണം നോക്കിക്കോട്ടെ നിങ്ങൾ. ഓ എന്ത് സ്മൂത്തായിട്ടാണ് നമ്മുടെ ഐറ്റം വരണേ, ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. ക്രൗളിങ്ങിന് അടിപൊളിയാണ്. നിങ്ങൾ ഫാസ്റ്റ് ഒന്നും നോക്കരുത്, ജസ്റ്റ് ഫോർ ക്രൗളിങ്. അങ്ങനെ ക്രൗൾ ചെയ്ത് ഇങ്ങനെ മേലേക്ക് കയറി പോകാൻ എന്ത് രസം എന്നറിയോ കാണാനായിട്ട്. എൻ്റെ മോനെ, ആ വരവും ആ ബോഡി ബിൽഡൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര രസമാണ്, ഭയങ്കര കട്ടിയും. ആ സൈഡിലത്തെ ആ ഒരു സ്ക്രൂകളൊക്കെ ഇരിക്കണം, എന്താ ഭയങ്കര രസമാണ്. പിന്നെ സസ്പെൻഷൻ വേറെ ലെവലാണ്. പിന്നെ നല്ല കിടിലൻ ടയേഴ്സ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ പൂച്ച അവിടെ ഉണ്ട്, ഞാൻ അവനെ ജസ്റ്റ് ഒന്ന് പറ്റിച്ച് നോക്കാം. ഓടിപ്പോയി. നമ്മുടെ വണ്ടിക്ക് ഇതേ ഇവിടെ ചെറിയൊരു കയറ്റം കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിയൊരു കയറ്റം തന്നെയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അതിൻ്റെ മേലെ കൂടെ നമ്മൾ കയറ്റം നോക്കിക്കോട്ടെ. നിങ്ങൾ നോക്കിയേ, ഒരു തരി പോലും ബാക്കോട്ട് ഇറങ്ങാണ്ട് എൻ്റെ ഡ്രാഗ് ബ്രേക്ക് പിടിച്ചാണ്ടാ, ഇതിന് കയറി പോകണം നോക്കിക്കോട്ടെ നിങ്ങൾ. ആടാ എൻ്റെ പൊന്നെ, ഓ ബാക്കോട്ട് ഗൈസ്, എൻ്റെ ബാക്കോട്ട് തരി പോലെ ഇറങ്ങുന്നില്ല ആടാ, പൊള്ളി ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഒരു ബീച്ച് സൈഡിൽ വന്നിരിക്കുകയാണ് ഓഫ് റോഡ് ചെയ്യാനായിട്ട്. ഇവിടെ കുറേ കല്ലൊക്കെയുള്ള സ്ഥലമുണ്ട്. സോ അവിടെ പോയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഓഫ് റോഡ് ചെയ്യാം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഇറങ്ങണം നോക്കിക്കോട്ടെ, ഇറങ്ങണ്ട. ഓ ഗൈസ്, അപ്പോൾ അതെ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നോക്കിയേ ഫുള്ള് പാർക്കല്ലാണ്. അപ്പോൾ ഇവിടെ ഇവൻ്റെ കുറച്ച് ഓഫ് റോഡ് കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും
എത്രത്തോളം ഇത് പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് കല്ലുകളാണ്. സോ നമുക്ക് ഇവനെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കാം. വേണ്ടാ കിടിലൻ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കണം, അതാണ് നമ്മുടെ പരിപാടി. നല്ല അത്യാവശ്യം നല്ല കിടിലൻ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു കാറ് ഓടിച്ച് ഈ കല്ലിൻ്റെ മേലെ കൂടെ നമുക്ക് അങ്ങോട്ട് വരത്താൻ പറ്റി നോക്കാം. ഓ നിൽക്കണോയ്യേ, ആ എൻ്റെ പൊന്നേ, പെട്ട് നമ്മള് വളരെ കൃത്യം. ഓ ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല പാടാണ് ഇവിടെ ഓടിക്കാനായിട്ട്. കണ്ടാ അത്യാവശ്യം നല്ല വലിയ കുഴികളാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കി വേണം ഓടിക്കാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓടിക്കാൻ കുഴപ്പമുണ്ടാവില്ല. കണ്ടാ പോണോ ഞങ്ങള്, എൻ്റെ മോനെ, വാവ്, സസ്പെൻഷനൊക്കെ വേറെ ലെവൽ. ഓഹോ ഗൈസ്, ഇവിടെ അത്യാവശ്യം ഒരു സ്ലോപ്പ് ഉണ്ട്. സോ ഏറ്റവും മേലേക്ക് നമ്മൾ ഇവനെ കയറ്റാൻ പോവാണ്. അതാണ് നമ്മുടെ അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടി കയറി തുടങ്ങി. ഓ ഗൈസ്, നിങ്ങൾ വിചാരിക്കണമല്ല സീൻ. ഗൈസ് ദേ ഫൈനലി നമ്മുടെ ആയിട്ട് കണ്ടാ ഗൈസ്. അപ്പോൾ നോക്കിയേ, നല്ല സൺസെറ്റ് വരാൻ പോവാണ്. അപ്പോൾ അവനെ വെച്ചിട്ട് നമുക്ക് കിടിലൻ ഷോർട്സ് സൺസെറ്റിൻ്റെ എടുത്തെടുക്കണം. നിങ്ങൾക്ക് ഒരു കിടിലൻ വ്യൂ കാണിച്ചു തരാം. നോക്കിയേ, ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി 6 സൺസെറ്റിൻ്റെ സമയമാണ്. സോ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. കിടിലൻ വൈബ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റേറ്റ് വന്നിരിക്കുന്നത് 28,000 ആണ്. നമുക്ക് ഇതിൽ വിഞ്ച് കാര്യങ്ങൾ വരാത്ത കാരണമാണ് നമ്മൾ 28,000 കൊടുക്കുന്നത്. വിഞ്ച് കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടും ഗൈസ്. അപ്പോൾ അതെ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഫാസ്റ്റിൽ ഓടിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂക്ലൈനിൽ കോൺടാക്ട് ചെയ്യുക. താഴത്തെ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വെബ്സൈറ്റ് കയറിയാലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്.